ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നേർവയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ദൈവനെ ശുശ്രൂഷിപ്പാൻ ദൈവമായ കർത്താവ് നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയം ചിന്തിക്കായി ഒരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം. അനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഒരു വാക്യം കൂടെ. ഉൽപ്പത്തി 6-ാം അധ്യായം 9-ാം വാക്യം കൂടെ. നോഹയുടെ വംശപാരമ്പര്യം. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ഇവിടെ രണ്ട് ഭക്തന്മാരെ കുറിച്ച് പഴയ അല്ലെങ്കിൽ മനസാക്ഷി യോഗത്തിൽ ജീവിച്ചിരുന്ന രണ്ട് ഭക്തന്മാരെ കുറിച്ച് ഒരേപോലെ പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചത്. അനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. നോഹയെക്കുറിച്ച് പറയുന്നു, നോഹ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. തൻ്റെ തലമുറയിൽ നിന്നും ചേർക്കുന്നുണ്ട്. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് നടന്നവർ മറ്റു പലരുമുണ്ട്, നമുക്ക് പിന്നാലെ ചിന്തിക്കാം. ദൈവത്തോട് കൂടെ നടക്കുക. അപ്പോൾ വേറെ ഒരു സാധാരണ ഉണ്ടാകുന്ന ഒരു ചോദ്യം വരുന്നു. ദൈവം സ്ഥൂല ശരീരത്തിൽ കൂടെ നടക്കണമെങ്കിൽ സ്ഥൂല ശരീരത്തിൽ അവരുടെ കൂടെ വേണ്ടേ നടന്നു, അങ്ങനെയാണോ? അല്ലെങ്കിൽ ഇപ്പോൾ ഞാനും എൻ്റെ കൂടെ വേറെ ഒരാളും നടന്നു വരുന്നത് പോലെ ആണോ? ദൈവം അദൃശ്യനല്ലേ? ആദാമിന് ശേഷം, ആദാം പാപം ചെയ്തതിന് ശേഷം, ഏതിൽ നിന്ന് പുറത്തു പോയതിന് ശേഷം ഒരൊറ്റ മനുഷ്യനും മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യർക്കൊന്നും ദൈവത്തെ ഉള്ള രൂപത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ദൈവത്തോടു കൂടെ നടക്കുന്നത്? എങ്ങനെ ദൈവത്തോടു കൂടെ എങ്ങനെ നടക്കാം? ഒരാളെ കാണാൻ പറ്റില്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തോടു കൂടെ നടക്കുക? ഒന്ന്. മറ്റൊന്ന്, ഇന്നത്തെ പോലെ നാം ഇന്ന് ഉപയോഗിക്കുന്ന പോലെ ദൈവം തന്ന തിരുവെഴുത്തോ ഒരു മുൻ മാതൃകയോ ഒന്നും കാണുന്നില്ല. ഏത് കാലഘട്ടത്തിലാണെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ഉം 12-ഉം വാക്യങ്ങൾ വായിച്ചാൽ സകല ജനവും തങ്ങളുടെ വഴി വഷളാക്കിയിരുന്നു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത പെരുകി. ആദാം മുതൽ 7-ാമനാണ് ആനോക്ക്. ആനോക്കിൻ്റെ മകൻ്റെ മധുശലയുടെ മകൻ ലാമയ്ക്ക്. അവൻ്റെ മകനാണ് നോഹ. ഞാൻ അങ്ങനെ തലമുറകളുടെ കാര്യമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വിഷയം ദൈവത്തോട് നടന്നു. പഴയ നിയമ ഭക്തന്മാർ, മനസാക്ഷി യോഗത്തിൽ ജീവിച്ചെന്നവർ ദൈവത്തോട് കൂടെ നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മാതൃക, ഇന്ന രീതിയിലാണ് ദൈവത്തോട് കൂടെ നടക്കുക എന്ന ഒരു മാതൃക അവരുടെ മുൻപിലില്ല. ഉള്ളതായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നില്ല. ഇനി അതിനുള്ള പ്രമാണങ്ങൾ പുസ്തകത്തിൽ അവർക്ക് കിട്ടിയിരുന്നില്ല. കാരണം ഇന്ന് നമുക്ക് കാണുന്ന പോലെ പുസ്തകം അന്ന് രചിക്കപ്പെട്ടിരുന്നില്ലല്ലോ. എങ്കിലും അതൊക്കെ ആയാലും മാതൃകയില്ലെങ്കിലും എഴുതപ്പെട്ട പ്രമാണമില്ലെങ്കിലും അവർ ദൈവത്തോടു കൂടെ നടന്നു എന്ന് കാണും. ഒരാളിനോട് കൂടെ നടക്കണമെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് എന്താ വേണ്ടേ? അന്യോന്യം ശത്രുതയുള്ള രണ്ടു പേർ തമ്മിൽ ഒന്നിച്ച് നടക്കാറില്ല, ഒത്തു നടക്കുകയില്ല. അത് മാത്രമല്ല,
ഈ ലോകപ്രകാരം തന്നെ ഉന്നതനായ ഒരാളിനോട് കൂടെ ഒരു വ്യക്തി സന്തത സഹചാരിയായി കൂടെ ഇരിക്കണമെങ്കിൽ ആ ആളിനോട് യോജിക്കുന്ന വ്യക്തിയായിരിക്കണം. ദൈവവചനം പറയുന്നു, ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ അക്കാര്യം വ്യക്തമായി എഴുതിയിരിക്കുന്നു. 2 പേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ചു നടക്കുമോ? ആ വാക്യം തന്നെ ഞാൻ വായിക്കാം. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ആമോസ് 3:3. അപ്പോ ദൈവത്തോടു കൂടി നടന്നു എന്ന് പറയണമെങ്കിൽ ദൈവത്തോട് എല്ലാ അർത്ഥത്തിലും യോജിച്ച്, അത് ഞാൻ ഇടയ്ക്ക് പറയട്ടെ, അദൃശ്യനായ ദൈവത്തോടുകൂടാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും യോജിപ്പ് വേണം, എല്ലാ അർത്ഥത്തിലും. ഇന്നാണെങ്കിൽ പുസ്തകത്തില് എല്ലാ രേഖകൾ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നുമില്ലല്ലോ. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ അല്ലെങ്കിൽ യോജിച്ചിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ സാധ്യമല്ല. നമ്മുടെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും ഒന്നായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം നമ്മോട് ഇണങ്ങി വരികയല്ലോ, നാം ദൈവത്തോട് ഇണങ്ങുകയാണല്ലോ. അപ്പോൾ ദൈവത്തോട് ഒന്നാകുന്ന, ദൈവം അംഗീകരിക്കുന്ന മനസ്സ് ഉണ്ടായിരുന്നു എന്ന് അർത്ഥം. നോഹയെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. 1 നീതിമാൻ, 2 നിഷ്കളങ്കൻ. തന്റെ തലമുറയിൽ, ആ തലമുറയുടെ പ്രത്യേകത എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉൽപ്പത്തി 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ സകല ജഡവും തന്റെ വഴി വഷളാക്കിയിരുന്നു. മനുഷ്യൻ പെരുകുന്തോറും പാപവും പെരുകി. ദൈവം അനുഭവിക്കത്തക്ക രീതിയിൽ അവരുടെ ജീവിതം, അല്ലെങ്കിൽ ദൈവത്തെ വിട്ടുപോയി. പൊതുവെ വേദപണ്ഡിതന്മാർ പറയുന്നത്, കൃത്യമായ കണക്ക് എനിക്കറിയില്ലെങ്കിലും 150 കോടിയിൽ കൂടുതൽ ജനം അക്കാലത്ത്, അല്ലെങ്കിൽ ജലപ്രളയത്തിന് മുൻപ് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. കാരണം ജനനനിരക്ക് കൂടുതലും മരണനിരക്ക് കുറവും. അനോക്കിന്റെ മകനായ മെഥൂശലഹ തന്നെ 969 വർഷമാണ് ജീവിച്ചിരുന്നത്. അപ്പോ ജനനനിരക്ക് വളരെ കൂടുതൽ, മരണനിരക്ക് കുറവ്. അങ്ങനെ ഇരിക്കുമ്പോൾ മനുഷ്യർ പെരുകുന്തോറും ദുഷ്ടത പെരുകുന്നു, അല്ലെങ്കിൽ സകല ജഡവും തൻ്റെ വഴി വഷളാക്കി. ആ കാലഘട്ടത്തിലാണ് ഒരു മനുഷ്യൻ നിഷ്കളങ്കനായിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് നീതിമാനായിരിക്കുന്നത്. അപ്പോ ദൈവത്തോടുകൂടി നടക്കണമെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തോട് യോജിക്കുകയും ദൈവത്തിന്റെ ചിന്താഗതിയോട് യോജിക്കുകയും ദൈവസ്ഥൽ നീതിമാനും നിഷ്കളങ്കനും ആയിരിക്കണമെന്ന് കാണുന്നു. അതിനൊക്കെ 365 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ. ഇക്കാലത്താണെങ്കിൽ അനേക പുത്രന്മാരും വേണ്ടി ജനിച്ചു. എത്ര പേരുണ്ടോന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഒരാളുടെ പേര് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. പക്ഷേ അവൻ ദൈവത്തോടു കൂടെ നടന്നു. മറ്റു വാക്കിൽ പറഞ്ഞാൽ നോഹയുടെ അനുഭവത്തിൽ നിന്ന് 6-ാം അധ്യായം ഉൽപ്പത്തി 6:9 നിന്ന് 9-ാം വാക്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നീതിമാനായി നിഷ്കളങ്കനായി അവൻ ജീവിച്ചു. എന്നാൽ വ്യക്തമായി ദൈവവചനം പറയുന്നുണ്ട്, നോഹ അല്ലെങ്കിൽ ഹാനോക്ക് നോഹയും എങ്ങനെ ദൈവത്തോട് നടക്കാൻ കാരണമായി എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. എബ്രായലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു.
ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അത്ര ശ്രദ്ധിക്കുക. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. അനോക്ക് എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചത്? ഒന്ന്, അവൻ ദൈവത്തെ വിശ്വസിച്ചു. റോമാലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വൻതാലും വരുന്നു. മാത്രമല്ല 6-ാം വാക്യം, ഈ അദ്ദേഹത്തെ 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. സകല ജനവും തങ്ങളുടെ വഴി വഷളാക്കിയ കാലത്ത്, ദൈവത്തെ ജയിച്ച കാലത്ത്, ദൈവ നിഷേധികളായി ജീവിക്കുന്ന കാലത്ത് ഒരു മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുന്നു: അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ സത്യദൈവത്തെ, തന്റെ സൃഷ്ടാവായ ദൈവത്തെ. സമൂഹമെല്ലാം തേച്ചപ്പോഴും അനക്ക് തേച്ചില്ല. ആ ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തെ അംഗീകരിച്ചു. ഒരു റോമാലേഖനത്തിലെ ഒരു വാക്യം എടുത്ത് നോക്കിയാൽ, അതും പുരാതന ലോകത്തെക്കുറിച്ച് പറയുമ്പോഴാണല്ലോ, ആ 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം നോർത്ത് മൗത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളാൽ വ്യക്തരായി തീർന്നെന്ന് എഴുതിയിരിക്കുന്നല്ലോ. അപ്പോൾ അക്കാലത്ത് ജീവിച്ചിരുന്ന ഹാനോക്ക് ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുമ്പോൾ അക്ഷരികമായി മറ്റൊരാളുടെ കൂടെ നടക്കുന്ന പോലെ നടന്നു എന്നല്ലല്ലോ അർത്ഥം. അവൻ ദൈവത്തിന്റെ വഴിയിൽ നടന്നു, ദൈവബദലായി ജീവിച്ചു, ദൈവത്തെ എന്തൊക്കെ ചെയ്യുന്നു അവിടെ തന്നെ എബ്രാഹിം ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ ദൈവത്തെ വിശ്വസിച്ചു. ഒന്ന്, വിശ്വാസത്താൽ ഹാനോക്ക് നടന്നു. അവന്റെ ചെവിയിൽ സത്യദൈവത്തെ കുറിച്ച് എന്തെല്ലാം കേട്ടോ, തീർച്ചയായിട്ടും മരമൊഴിയായിരിക്കില്ല, വായുമൊഴിയായി ആദമിൽ നിന്ന് ആ തലമുറയായിട്ട് പകർന്നു കിട്ടിയതായിരിക്കാം. അവന്റെ തലമുറയിലെ ആളുകൾ അത് അംഗീകരിച്ചില്ലെങ്കിൽ അവൻ അംഗീകരിച്ചു. നോഹയും അത് അംഗീകരിച്ചു. ആ ഇബ്രാഹിം 12-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 7-ാം വാക്യത്തിൽ വിശ്വാസത്താൽ നോഹ എന്ന് കാണാം. അപ്പോ ദൈവത്തിലുള്ള ആശ്രയത്താൽ ദൈവത്തെ വിശ്വസിച്ച് സർവശക്തനെ അംഗീകരിച്ച് അവന്റെ വഴികളിൽ അവർ നടന്നു. അപ്പൊ നീതിമാന്മാരായി നിഷ്കളങ്കരായി അവർ നടന്നു. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ വെളിപ്പെടുന്നു. ഒരു പക്ഷേ അത് വിമർശകർക്ക് ഇഷ്ടപ്പെടുകയില്ലായിരിക്കും. എന്നാലും പുസ്തകമില്ലെങ്കിലും അല്ലെങ്കിൽ നിയതമായ രേഖയില്ലെങ്കിലും മനസാക്ഷി അനുസരിച്ച സത്യദൈവത്തെ കുറിച്ചുള്ള ബോധത്തിൽ അവനുമായി ചേർന്ന് ജീവിക്കാൻ കഴിയുമായിരുന്നു അന്ന്. ഇന്ന് നമുക്ക് എഴുതപ്പെട്ട രേഖയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ എബ്രാഹിം എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തെ പ്രസാദിച്ചു, ദൈവൈശ്വര്യം ചെയ്തു, ദൈവത്തിന്റെ വഴിയിൽ നടന്നു, ദൈവത്തിന്റെ ആലോചന കേട്ടു. ഹാനോക്കിന്റെ ജീവിതം നിസ്സാരമല്ലെന്ന് മാത്രമല്ല, എൻ്റെ മനുഷ്യനെ മാത്രമേ മരണം കാണാതെ ദൈവം അടുത്തായി കാണുന്നുള്ളൂ. ഒന്ന് ഹാനോക്കും മറ്റൊന്ന് ഏലിയാവും. അത്രത്തോളം നിശ്ചലമായ രീതിയിൽ ദൈവം അവരെ അംഗീകരിച്ചിരുന്നു. അപ്പോൾ യൂദാ ലേഖനത്തിൽ അനോക്കിനെ കുറിച്ച് ഒരു ചെറിയ സൂചന തരുന്നത് വെച്ചാൽ, ചില പറയുന്നത് അപ്പോക്രിഫ പുസ്തകത്തിൽ നിന്നൊക്കെ എടുത്ത എന്ന് പറയുന്നുണ്ട്. എന്നാലും ദൈവവചനത്തിൽ അന്നുള്ള ആളുകൾ അംഗീകരിച്ച സ്ഥിതിക്ക് നമുക്കും അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. 15-ാം വാക്യം, ആദാം മുതൽ 7-ാമനായ ഹാനോക്കിനെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത
ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരുടെ കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അപ്പോൾ അവൻ്റെ പ്രവാചകനായിരുന്നെന്നും ഭക്തനായിരുന്നെന്നും ഇതിൽ നിന്ന് തെളിയുന്നു. അപ്പോൾ അവൻ വിശ്വസിച്ചു, ദൈവത്തെ പ്രസാദിപ്പിച്ചു സകല കാര്യം കൊണ്ടും. ഏതെങ്കിലും ഒന്ന് അവൻ മാത്രമല്ല, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ജീവകാലത്ത് തന്നെ ഹനോക്കിന്റെ ജീവിതം സമൂഹത്തിന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായിരുന്നു. ഹനോക്കിന്റെ ചിന്താഗതി സമൂഹത്തിന്റെ ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അവന്റെ ജീവകാലത്ത് തന്നെ ഹനോക്കിന്റെ പെരുമാറ്റങ്ങൾ സമൂഹത്തിന്റെ പെരുമാറ്റങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അവന്റെ ജീവിതചര്യ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അവന്റെ ചിന്താഗതി സമകാലീന ലോകത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തനായിരുന്നു. കാരണം അവൻ ഭക്തി കെട്ടവരെ കുറിച്ച് പറയുമ്പോൾ അവൻ ഭക്തനായിരുന്നു. മാത്രമല്ല അവൻ സാക്ഷ്യം പ്രാപിച്ചു. അവന്റെ സമകാലീന ലോകം അവൻ വ്യത്യസ്തനായിരുന്നെന്നും വേർപാടുള്ളവനായിരുന്നെന്നും ദൈവത്തിന് വേണ്ടി ജീവിച്ചു എന്നും അവൻ സാക്ഷ്യം പ്രാപിച്ചു. മറ്റുള്ളവർ പറഞ്ഞു. ഒന്ന്, അവന്റെ ഈ യൂദാലേഖനത്തിലെ വാക്യത്തിൽ നിന്ന് അവൻ ഭക്തിക്ക് മുൻതൂക്കം കൊടുത്തു കാണുന്നു. എബ്രാലേഖനത്തിലെ വാക്യത്തിൽ നിന്ന് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് കാണുന്നു. സാക്ഷ്യം പ്രാപിച്ചു എന്ന് കാണുന്നു. ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ ഒറ്റയാനായി ജീവിച്ചു. കാരണം സമൂഹത്തിന്റെ ചിന്താഗതി വേറെ, സമൂഹത്തിന്റെ ആചാരങ്ങൾ വേറെ, എല്ലാം വ്യത്യസ്തം. പക്ഷേ അതൊന്നും അവൻ ഭയപ്പെട്ടില്ല. അവനതിനെ വകവച്ചില്ല. കാരണം അവൻ ദൈവത്തോട് കൂടെ നിന്നു. ദൈവഭക്തി, ദൈവാശ്രയത്തിൽ ദൈവത്തെ വിശ്വസിച്ച് ഒരുപക്ഷെ സമൂഹം അവനെ നിന്ദിച്ചേക്കാം, അവനെ പരിഹസിച്ചേക്കാം, അവനെ അപമാനിച്ചേക്കാം, തുച്ഛീകരിച്ചേക്കാം, സംഭവിക്കാം. കാര്യം ഇന്നത്തെ കാലത്ത് തന്നെ അതിലെ കാണുന്നേ. എങ്കിലും ദൈവത്തോട് കൂടെ എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിക്കും. വിശ്വാസത്താൽ തന്നെ അന്ന് വരെ കാണാത്തതിനെ കുറിച്ച് അവൻ അള്ളപ്പാടുണ്ടായപ്പോൾ അനുസരിച്ചു. യുക്തിക്ക് നിരക്കാത്തത് പക്ഷേ അവൻ അനുസരിച്ചു. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തത് അവൻ അനുസരിച്ചു. അവനോട് ആലോചിച്ച ദൈവമാണ്. അവനും ലോക അതുപോലെ തന്നെ സമകാലീന ലോകത്തിനനുസരിച്ചല്ല പോയത്. അപ്പോ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തോട് കൂടെ നടക്കാന്ന് വരുമ്പോൾ ചില പ്രത്യേകത. ഒന്ന്, ലോകത്തിലേക്കും ബുദ്ധിമുട്ടേറിയ വിഷമം പിടിച്ച കാര്യമാണ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക. പത്രോസ് പറഞ്ഞല്ലോ, ജാതികൾ ദൈവമല്ലേ എന്ത് പറയുമെന്ന് പത്രോസിന്റെ 1-ാം ലേഖനത്തിലുണ്ടല്ലോ. 1 പത്രോസ് 2-ാം അധ്യായം 11-ാം വാക്യം. പ്രിയമുള്ളവരെ, പ്രവാസികളും പ്രദേശികളുമായി നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ഈ വിശ്വാസത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ച, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവവചന ലോകം എന്താ പറയുക? ദുഷ്പ്രവൃത്തി. അവൻ തെറ്റി, അവൻ പോയി, അവൻ പോക്ക്. ഏതാ? പാപത്തിൽ ജീവിക്കുന്ന, അന്ധകാരത്തിൽ ജീവിക്കുന്ന ലോകം. അവരുടെ ഇടയ്ക്ക് ദൈവത്തെ പ്രസാദിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. ദൈവത്തോട് കൂടെ നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്.
ഇന്ന പുസ്തകമുണ്ട്, അല്ലെങ്കിൽ എഴുതുന്ന പ്രമാണമുണ്ട്, അന്നതില്ലല്ലോ. സകല ജനവും വഷളായി പോകുമ്പോൾ അതിൻ്റെ നടുവിൽ തെറ്റിപ്പോകാതെ നീതിമാനായി ഒരുവൻ ജീവിച്ചു, ദൈവഭക്തനായ ഒരുവൻ ജീവിച്ചു, ദൈവ ശബ്ദം കേട്ടൊരുവൻ ജീവിച്ചു. മാത്രമല്ല അവൻ ദൈവത്തെയാണ് പൗലോസ് ചോദിക്കുന്ന പോലെ ഗലാത്യ ലേഖനത്തിൽ, ഇന്ന് ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്, ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല എന്ന് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത് ഈ ബന്ധത്തിൽ ഓർക്കുക. അന്നത്തെ മനുഷ്യനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവരെ ഒന്നും അന്വേഷിയമല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവപ്രിയമായി ജീവിക്കണം, പിന്നെ ദൈവത്തിൽ പ്രസാദിക്കണം. മറ്റെന്തോ ആര് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. ഇന്നോ ഞാൻ പറഞ്ഞല്ലോ, പുസ്തകം തന്നിരിക്കെ, പ്രമാണം തന്നിരിക്കെ, ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഒരുത്തൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ്റെ ജീവിതം കൊണ്ട് അവൻ തെളിയിച്ചു. എന്നാൽ ഇന്നോ പുസ്തകവും പ്രമാണവും എല്ലാം കയ്യിലുണ്ടായിരിക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആളെന്ന പോലെ ഇറങ്ങി ആലോചന പറയുന്ന സമയത്ത് എന്നിട്ട് പോലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ദൈവം ഇങ്ങനെ വന്ന് പ്രസാദിച്ചു പോട്ടെ എന്ന് പറയുന്ന രീതിയാണ്. ആവുമല്ലേ നമുക്ക്? മാത്രമല്ല സമകാലീന ലോകത്തിൻ്റെ ചിന്താഗതിക്കും ഫിലോസഫിക്കും എതിരായിട്ട് അവൻ ജീവിച്ചേ. അതൊന്നും തന്നെ സ്വാധീനിക്കാനും ഇടം കൊടുത്തില്ല. അപ്പോ ദൈവത്തെ പ്രസാദിപ്പിച്ച് അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന ദൈവത്തില് ഞാൻ വീണ്ടും പറയുന്നു, ഈ പുസ്തകമൊന്നും ഇല്ലാത്ത കാലത്ത് മനസാക്ഷി യുഗത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് നടന്ന ദൈവത്തില്, ദൈവത്തോടുകൂടെ നടന്ന ദൈവത്തില് അന്നത്തെ ചിന്താഗതിക്കോ അന്നത്തെ ഫിലോസഫിക്കോ ഒന്നിനും വഴങ്ങിയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തോട് നടക്കുന്നവന് ഇതൊന്നും പ്രശ്നമല്ല. അപ്പൊ ഒരു സത്യം വെളിപ്പെടുന്നു. നാം ദൈവത്തോടുകൂടെ നടക്കാത്ത കൊണ്ടാണ് അയ്യോ മറ്റുള്ളവർ എന്തോ പറയും, മറ്റുള്ളവർ മുന്നേ എന്ത് ചെയ്യുമെന്നൊക്കെ, അല്ലെങ്കിൽ അവിശ്വാസികൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത്ര വേണോ, അത്ര ഭക്തി പറയണോ, അത്ര വിശ്വാസം പറയണോ, ലോകത്തിൽ മറ്റുള്ളവർ കളിയാക്കുകയില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നത് ദൈവത്തോട് നടക്കാത്തൊരു ലക്ഷണമാണ്. അവന് മാത്രമല്ല പ്രായോഗിക ജീവിതത്തിൽ താനത് വെളിപ്പെടുത്തി, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ നോവ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി. നോവയെ കുറിച്ച് പറഞ്ഞ നീതി പ്രസംഗിയായിരുന്നല്ലോ. നീതി പ്രസംഗിയായ നോഹ തന്റെ ജീവിതത്തിൽ നീതിമാനെന്ന് വെളിപ്പെടുത്തി. നീതി പ്രസംഗിയായ നോഹ എന്ന പുസ്തകത്തിലുണ്ട്. ഹാനോക്കിന്റെയും പ്രവചനം പറയുന്നല്ലോ. അപ്പോ ഇവർ രണ്ടുപേരെയും ജീവിതത്തിൽ തങ്ങളുടെ ജീവിതം കൊണ്ട് ആ വഷളായ ലോകത്തിൽ, ദൈവത്തെ വിട്ട ലോകത്തിൽ, ദൈവത്തെ വേണ്ടാത്ത ഉപേക്ഷിച്ച ലോകത്തിൽ അവർ ജീവിച്ചു. അതല്ല അന്നത്തെ ലോകം അവരെ ബഹുമാനിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരിക്കലും. കാരണം നാടൊടുമ്പം നടുവേ ഓടാത്തവനെ ആരംഗീകരിക്കുക? ഇന്നും അതല്ലേ. അപ്പൊ യഥാർത്ഥ ദൈവഭക്തൻ സാമൂഹികമായ സകലത്തിലും അതിന്റെ മധ്യേ ജീവിക്കുമ്പോഴും സകലത്തിനും അനുസരിച്ച് പോകത്തില്ല എന്ന് ഇവരുടെ ജീവിതം തെളിയിക്കുന്നു. അപ്പോ ഈ മനുഷ്യർ അതല്ല. അപ്പോ ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തെ പ്രസാദിപ്പിച്ചു, സാക്ഷ്യം പ്രാപിച്ചു, ദൈവത്തോട് കൂടെ നടന്നു. അതിന്റെ ഫലമായിട്ടോ അവർ ചരിത്രം സൃഷ്ടിച്ചു, ചരിത്ര പുരുഷന്മാരായി. ഹനോക്ക് ചരിത്ര പുരുഷനായി, നോഹ ചരിത്ര പുരുഷനായി, ചരിത്രം സൃഷ്ടിച്ചു. അതല്ല, ദൈവം തന്നെ അവർക്ക് സാക്ഷ്യം പറഞ്ഞു, ദൈവത്താൽ മാനിക്കപ്പെട്ടു.
ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യനുള്ള മാനത്തെ വലുതായി എണ്ണുന്ന പരീശന്മാരെ കുറിച്ച് സുവിശേഷങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇന്ന് അതുപോലെയല്ലേ? അതുപോലെയാണ് പുസ്തകം തന്നിട്ടുണ്ട്. വ്യക്തമായി ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ചെയ്തെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം ചെയ്ത് ലോകജാതികളെക്കാളും കുത്തഴിഞ്ഞ് നടക്കുന്ന പോലുള്ള അവസ്ഥ ഇന്നത്തെ പ്രസംഗകരിലും ലോകസ്നേഹികളായി നടക്കുന്ന അവസ്ഥ ദൈവജനത്തിലും വ്യാപിക്കുന്നില്ലേ? വ്യാപകമല്ലേ? ദൈവഭയമുണ്ടോ? ദൈവഭക്തിയുണ്ടോ? മാത്രമല്ല ഈ ലോകത്തിനുള്ളവരല്ല എന്ന് വാഗൊണ്ട് പറയുകയും ഈ ലോകത്തിനുള്ളവർ ജീവിക്കുന്നതിനേക്കാൾ ഇതിൽ മുഴുകി ജീവിക്കുകയും അക്കരനാട്ടിലുള്ളവരാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാപട്യമല്ലേ ഇന്ന് നാം കാണുന്നത്. ഹനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തിന്റെ വഴിയിൽ നടന്നു. ദൈവ ശബ്ദം കേട്ടു. ദൈവപ്രസാദമായി ചെയ്തു. ദൈവത്തെ പ്രസാദിപ്പിച്ചു. പ്രഥമ പരിഗണന എൻ്റെ കർത്താവിനെ പ്രസാദിക്കണമെന്നായിരുന്നു. അതിന്റെ ഫലമോ ദൈവം അവനെ എടുത്തു. മനം കാണാതെ എടുക്കപ്പെട്ടു. മനം കാണാതെ എടുക്കപ്പെടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി പേര് ഇന്നുകൊണ്ട്. ആര്? കർത്താവാഴ്ച വരും, നാം രൂപാന്തരം പ്രാപിക്കുമെന്ന് നാം എല്ലാവരും പറയും. പക്ഷേ യേശുവിന്റെ വരവെങ്കിൽ രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ മനസാക്ഷി യോഗത്തിൽ ജീവിച്ചെന്ന ഭക്തൻ മനം കാണാതെ എടുക്കപ്പെട്ടല്ലോ. നാം രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? ഈ ലോകത്തിനൊത്ത വേഷം ധരിച്ച് ഫാഷനിൽ പുതിയ ഫാഷൻ ഇറങ്ങിയാൽ ഹെയർ സ്റ്റൈലായാലും വസ്ത്രധാരണത്തിലായാലും എല്ലാ കാര്യത്തിലും അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്, മേക്കപ്പിലായാലും ജീവിതശൈലിയിലായാലും അതിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് ഇന്ന് പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന പുള്ളികളല്ലേ? ലോകത്തെ കാണിച്ച് ജീവിക്കണം. എന്നാൽ ഭക്തന്മാരുടെ ജീവിതം നാം ചിന്തിച്ച രണ്ടുപേരും നമ്മെ ഒരു കാര്യം ഓർപ്പിക്കുന്നു. ദൈവത്തെ പ്രസാദിച്ച് ജീവിച്ചാൽ ഇതൊന്നും പറ്റത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ സമകാലീന ലോകത്തിന്റെ ഒരർത്ഥത്തിൽ ശത്രുക്കളെ പോലെ അവർ ജീവിച്ചു. പക്ഷേ അവർ തെറ്റ് ചെയ്തില്ല, പാപത്തിൽ വീണില്ല, അശുദ്ധിക്ക് ഇടം കൊടുത്തില്ല, ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തെ അനുസരിച്ചു, ദൈവശബ്ദം കേട്ടു, ദൈവത്തോട് അവരിവിടെ ഒറ്റയാന്മാരായി ജീവിച്ചു. അവരുടെ ജീവിത രീതി അന്നത്തെ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. ശരിയാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിത രീതി സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. അവർ പറയോ ഇന്നത്തെ കാലത്ത് പ്രയാസമാണ്, ഇങ്ങനെയൊക്കെ ജീവിക്കാനൊക്കെ. പക്ഷേ തങ്ങൾ സ്വർഗീയരാണ് എന്ന ബോധ്യം അവരെ ഹൃദയത്തെ ഭരിച്ചിരുന്നു. അതുവരെ കാണാത്തവയെ കുറിച്ച് അവർ കള്ളപ്പാടിനായി അനുസരിച്ചു. ഒരു പെട്ടകം പണിയാനോ അല്ലെങ്കിൽ അന്ന് മഴ പെയ്യുമെന്നോ. ഇന്ന് മഴ പെയ്യുന്നില്ലല്ലോ. അത് പുസ്തകം ഇല്ലാത്ത കാലത്ത് അവന് ഭയപ്പെട്ട് ബാല്യത്തിൽ പറഞ്ഞ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തി പൂർണ്ണനുസരിച്ചു. ഭയം എവിടെ? ഭക്തി എവിടെ? ആ ദൈവാസൻ മനസാക്ഷി യോഗത്തിൽ ജീവിച്ചിരുന്ന ആ ദൈവാസന്മാരുടെ അനുഭവം നോക്കിയാൽ ഇന്നത്തെ കാലത്ത് കൃപായോഗത്തിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാം കൃപയാ എന്ന് പറയുന്ന നമുക്ക് എത്ര ഭയം തോന്നുന്നു. അന്ന് സാധ്യമെങ്കിൽ ഇന്നും സാധ്യം. മാത്രമല്ല വേറെ ഒന്നിൻ്റെ ഭക്തന്മാരുടെ ജീവിതം നോക്കിയാല് അതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഉൽപ്പത്തി 26:28 ഇസ്ഹാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവം നിന്നോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അവനെ ഓടിച്ചു കളഞ്ഞ രാജാവും സൈനികനും കൂടെ ഇസ്ഹാക്കിന്റെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ എന്തിനാ എൻ്റെ അടുക്കൽ വരുന്നേ? എന്നെ ഓടിച്ചു കളഞ്ഞല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ദൈവം നിന്നോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. ദൈവത്തിനുള്ളവരായി ജീവിച്ചാൽ
ദൈവത്തോടുകൂടെ നടന്നാൽ അവരിൽ നടക്കുന്ന ദൈവപ്രവൃത്തി മറഞ്ഞിരിക്കത്തില്ല, അത് വെളിപ്പെടും. വേറൊരു കാര്യം കൊണ്ട് ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞു വിടുകയാണ്. ദാവീദിന്റെ ജീവിതത്തെ നമുക്ക് നോക്കാം. 1 ശമൂവേൽ 16:18 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എനിക്കൊരു കിന്നരം വായനക്കാരനെ വേണമെന്ന് ശൗൽ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവന് ദൈവത്തെ ആത്മാവ് വിട്ടുമാറി ദുരാത്മാവ് കയറിയപ്പോൾ കിന്നര വായനക്കാരനെ വേണമെന്ന് പറഞ്ഞ സമയത്ത് ഒരുത്തനെ അന്വേഷിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പോൾ ഒരാൾ തൻ്റെ ഭൃത്യന്മാരിൽ ഒരാൾ ഒരു റിപ്പോർട്ട് കൊടുത്തു. ഒരാൾ പയ്യനെ എനിക്കറിയാം, കിന്നരവായിൽ അവൻ നിപുണനാണ്, മാത്രമല്ല പരാക്രമശാലിയാണ്, മാത്രമല്ല അവൻ കോമള രൂപിയാണ്. എന്നിട്ട് വേറൊരു പ്രധാന യോഗ്യതയോടെ പറയും, യഹോവയും അവനോടുകൂടിയുണ്ട്. നോക്കണേ, ഇത് ലോകം കണ്ടു. ദൈവം അവനോട് കൂടിയുണ്ട്. അപ്പോൾ മനസാക്ഷി യോഗത്തിൽ മാത്രമല്ല, ന്യായപ്രമാണ യോഗത്തിലും ജീവിച്ചിരുന്നവരിൽ കർത്താവ് കൂടണമെന്ന് ലോകം കണ്ടു. അങ്ങനെയാണെങ്കിൽ കൃപായോഗത്തിലും ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് ഇഷ്ടമായത് ചെയ്ത് ദൈവഭക്തിയിൽ ജീവിച്ച ദൈവവചനായി നടന്നാൽ അവർക്ക് സാധിച്ചെങ്കിൽ നമുക്ക് എത്രയോ അധികം സാധിക്കും. നമുക്ക് രേഖ തന്നിട്ടുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഴത്തോടുമായി ദൈവസഭയെ ഒരുക്കുന്നുണ്ട്. എന്നിട്ടും അത് കഴിയുന്നില്ലെങ്കിൽ കഷ്ടമാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോട് വേണം. ദൈവനെ എടുത്തുകൊണ്ടാൽ കാണാതെ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു വന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. അവൻ്റെ ജീവിത ലക്ഷ്യം ഒന്നും മാത്രം, എൻ്റെ ജീവിതം കൊണ്ട് ദൈവം പ്രസാദിക്കണം, എൻ്റെ ജീവിതത്തിൽ എന്നെ ദൈവം പ്രസാദിക്കണം. അതല്ല എൻ്റെ അർത്ഥം. അവൻ ദൈവഭക്തിക്ക് മുൻതൂക്കം കൊടുത്തു, നീതിക്ക് മുൻതൂക്കം കൊടുത്തു, നിഷ്കളങ്കരായിരുന്നു. പ്രിയമുള്ളവരെ, ഏത് കാലത്തും ദൈവത്തോട് നടക്കുന്നതിൻ്റെ ലക്ഷണം ഇത് തന്നെയാണ്. ഭക്തരായി ദൈവത്തിൽ വിശ്വാസം വാഗൊണ്ട് പറയുകയല്ല, പൂർണ്ണമായ ദൈവാശ്രയമുള്ളവരായി ദൈവത്തെ അനുസരിക്കുന്നവരായി. അവയെക്കുറിച്ച് ഇബ്രാഹിം 10-ാമത്തെ പറഞ്ഞു, ഭയഭക്തി ഉണ്ട്. അനോക്കിൻ്റെ കാര്യം വായിച്ചല്ലോ, യൂദയിൽ എഴുതിയിരിക്കുന്നത്. അവിടെയും ഭക്തി കെട്ടവരെന്ന് പറയുമ്പോൾ ഭക്തി കെട്ടവരെ ന്യായം വിധിക്കാൻ വരുന്നേ, ഭക്തരായി ജീവിക്കുന്നവർക്ക് അതില്ലല്ലോ. ഭക്തിക്ക് മുൻതൂക്കം കൊടുത്തു, അനുസരണത്തിന് മുൻതൂക്കം കൊടുത്തു. എന്ത് വന്നാലും എന്നെ ദൈവം പ്രസാദിക്കണം എന്ന് ചിന്തയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവർ ചരിത്ര പുരുഷന്മാരെ നമ്മുടെ ജീവിതത്തിൽ ആ മാതൃക ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റുമോ? ചിലപ്പോൾ സമകാലീന ലോകത്തിന് ചിന്താഗതിക്കെതിരായി ജീവിക്കേണ്ടി വരും, സമകാലീന ലോകത്തിന് ഫിലോസഫിക്കെതിരായി ജീവിക്കേണ്ടി വരും, സമകാലീന ലോകത്തിൻ്റെ ആചാര മര്യാദകൾക്കെതിരായി ജീവിക്കേണ്ടി വരും. അങ്ങോട്ട് ഞാൻ എതിർക്കാനും കുഴപ്പമുണ്ടാകാനും പോകുന്നില്ലല്ലോ. അതിന് ഒഴിച്ചു മാറി ജീവിക്കുക. കാരണം ഞാൻ സ്വർഗീയനാണ്, എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ ദൈവം ജീവിക്കുന്നതാണ്, അവൻ അവർക്ക് പ്രതിഫലം കൊടുക്കും. അല്ലേ പറയാം, ദാവീദിനെ കുറിച്ചും ഇസ്ഹാക്കിനെ കുറിച്ചും മറ്റേ 2 പിതാക്കന്മാരെ കുറിച്ച് പറയാത്തൊരു കാര്യം പറയുന്നതാണല്ലോ, ദൈവം നിന്നോട് കൊണ്ടുവന്നെന്ന് നിങ്ങൾ സ്പഷ്ടമായി കണ്ടു. നമ്മെക്കുറിച്ച് പറയുമോ? വിശ്വാസികളെന്ന് പറയുന്ന നമ്മെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന, ദൈവം സൂക്ഷിക്കുന്ന, ദൈവം പാലിക്കുന്ന ദൈവികമായ വഴികൾ വെളിപ്പെട്ട് ഇതുപോലെ മറ്റുള്ളവർ സാക്ഷ്യം പറയുമ്പോൾ, അപ്പോൾ ഇസ്ഹാക്കിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും മറ്റുള്ളവർ സാക്ഷ്യം പറഞ്ഞുവെങ്കിൽ എബ്രാഹിം 10-ാം അധ്യായത്തിൽ ഹനോക്കിനെ കുറിച്ച് മറ്റുള്ളവർ സാക്ഷ്യം പറഞ്ഞല്ലോ. അവൻ സാക്ഷാൽ ദൈവത്തിൽ. പ്രിയമുള്ളവരെ, മനസ്സാക്ഷി യോഗത്തിൽ ജീവിച്ചിരുന്ന ഒരു പിതാവിനെ കുറിച്ച് ഇങ്ങനെ ദൈവവചനം പറഞ്ഞെങ്കിൽ അവൻ ദൈവത്തോട് നടന്നു, ദൈവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ കൃപായുഗത്തിൽ ദൈവം ഇറങ്ങി വന്ന ഇമ്മാനുവേലായി ദൈവത്തിനെ ലോകത്തിലേക്ക് അയച്ച് നമ്മെ അവനോടുകൂടി ഇരുത്തുവാൻ കർത്താവ് വേണ്ടതെല്ലാം ചെയ്തിരിക്കെ
അവനോട് കൂടെ ജീവിച്ച് അവനെ പ്രസാദിപ്പിച്ച് അവനെ ഭയപ്പെട്ട് അവനെ അനുസരിച്ച് അവനുള്ളവരായി ജീവിക്കുക എന്നുള്ളതല്ലേ ഭാഗ്യം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവത്തിന് ചിന്തിച്ച് ദൈവത്തെ അറിഞ്ഞ് അതിനത്തോളം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിച്ച് ദൈവസ്ഥൽ മുന്നോട്ട് നീങ്ങുന്നത് എത്ര ഭാഗ്യം. ഈ വിധത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചെങ്കിൽ അവർ അവരുടെ ഭാവി അവർ ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം ഭംഗിയായി ചെയ്തു. ഇതേപോലെ നാം ദൈവത്തെ പ്രസാദിച്ചാൽ ദൈവം നമ്മെ മാനിക്കും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരിക്കലും നമുക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. അപ്രകാരം ദൈവപ്രിയരായി ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സേവനായ സ്വർഗീയപിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. ഹനോക്കിൻ്റെയും നോഹയുടെയും ജീവിതത്തിൽ നിന്ന്, ഇസ്ഹാക്കിൻ്റെയും ദാവീദിൻ്റെയും ജീവിതത്തിൽ നിന്ന് അവർ ദൈവത്തോട് നടന്നപ്പോൾ ദൈവം അവർക്ക് എന്ത് ചെയ്തുവെന്ന് നിങ്ങൾക്ക് ചിന്തിപ്പാൻ ഇടയായല്ലോ. അവർ ദൈവത്തോട് നടന്നത് എങ്ങനെയെന്ന് ചിന്തിപ്പാൻ ഞങ്ങൾക്ക് അല്പമായി സാധിച്ചല്ലോ. കർത്താവേ, എന്ത് വന്നാലും ലോകത്ത് അനുരൂപരാകാതെ അങ്ങോട്ട് കൂടെ നടന്ന് അങ്ങേ പ്രസാദിപ്പിച്ച് നിങ്ങളുടെ ജീവിത ലക്ഷ്യം അത് മാത്രമാക്കി മുന്നോട്ട് നീങ്ങുവാൻ അവർ നിങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ദൈവത്തോട് കൂടെ നടക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.